വെൽക്കം. തൈമനാണ്. ഈ വീഡിയോ ഗ്രോത്ത് ഹോർമോണിനെ കുറിച്ചിട്ടാണ്. ഗ്രോത്ത് ഹോർമോൺ ഉണ്ടാകുന്നത് പിറ്റ്യൂട്ടറി, ആന്റീരിയർ പിറ്റ്യൂട്ടറി. ഇതാണ് ആന്റീരിയർ പിറ്റ്യൂട്ടറി. അവിടെയുള്ള ഒരു സൊമാറ്റോട്രോപ്സ് എന്ന് പറയുന്ന സെല്ലിൽ നിന്നാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. സോ ഇതിന്റെ മറ്റൊരു പേര് അതുകൊണ്ട് തന്നെ സൊമാറ്റോട്രോപ്പിൻ എന്ന് കൂടി ഇതിന് പേരുണ്ട്, സൊമാറ്റോട്രോപ്പിൻ. ആൻഡ് ഇതൊരു പെപ്റ്റൈഡ് ആണ്. പെപ്റ്റൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമിനോ ആസിഡ്സ് കൂടി ചേരുന്നതാണ്. അപ്പൊ ഏകദേശം ഒരു 191 അമിനോ ആസിഡ് ഉള്ള ഒരു സിംഗിൾ ചെയിൻ പെപ്റ്റൈഡ് ആണ്. ഒറ്റ ഒരു ചെയിൻ മാത്രമേ ഉള്ളൂ. ഗ്രോത്ത് ഹോർമോൺ അനബോളിക് ഹോർമോൺ ആണ്. സോ ദിസ് അനബോളിക് ഹോർമോൺ ആണ്. എന്ന് വെച്ചാൽ ബോഡി മാസ്, സെൽ മാസ് ഒക്കെ വർദ്ധിപ്പിക്കുന്ന തരം ഹോർമോണാണ് നമ്മൾ അനബോളിക് ഹോർമോൺ എന്ന് പറയാം. ആൻഡ് ശരീരത്തിൽ ഇതിന്റെ അളവ് എന്ന് പറയുന്നത് ഒരു 5 to 10 നാനോഗ്രാം പെർ ml ആണ്. നാനോഗ്രാംസിലാണ് ഞാൻ പറഞ്ഞത്. മെയിലും ഫീമെയിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. ദെൻ കുട്ടികൾ, ന്യൂ ബോൺസ്, അവരിലൊക്കെ കുറച്ച് കൂടുതലാണ്. അവർക്ക് ഒരു 10 to 14 നാനോഗ്രാംസ് പെർ ml ഒക്കെ വരും. ആൻഡ് ഇതിന്റെ ഹാഫ് ലൈഫ്, ഗ്രോത്ത് ഹോർമോണിന്റെ ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ 20 മിനിറ്റ്സ് ആണ്, 20 മിനിറ്റ്. ഗ്രോത്ത് ഹോർമോൺ ഉണ്ടാവുന്നത് നമ്മൾ പറഞ്ഞു ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലെ സൊമാറ്റോട്രോപ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ ഇത് ഉണ്ടാവണമെങ്കിൽ ആര് വിചാരിക്കണം? ഹൈപ്പോതലാമസോ. ഇതാണ് ഹൈപ്പോതലാമസ് വിചാരിക്കണം. ഹൈപ്പോതലാമസിൽ നിന്നുള്ള ആർക്വേറ്റ് ന്യൂക്ലിയസ്, ദിസ് ഇസ് ആർക്വേറ്റ് ന്യൂക്ലിയസ് ആണെങ്കിൽ അത് ഇതിനെ പോയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യണം. അത് സ്റ്റിമുലേറ്റ് ചെയ്യണമെങ്കിൽ ഗ്രോത്ത് ഹോർമോൺ റിലീസിംഗ് ഹോർമോൺ എന്ന് പറയുന്ന ഹോർമോൺ ഹൈപ്പോതലാമസിൽ നിന്ന് വരണം. സോ ഹൈപ്പോതലാമസ് ഇസ് ദ റെഗുലേറ്റർ ഫോർ കൺട്രോൾ ആൻഡ് സിന്തസിസ് ഓഫ് ദിസ് ഗ്രോത്ത് ഹോർമോൺ. ഇനി വേറെയും ഹോർമോൺസ് ഉണ്ട്. ഗ്രോത്ത് ഹോർമോൺ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ ഉണ്ട്, ഗ്രോത്ത് ഹോർമോൺ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ ഉണ്ട്. ദെൻ ഗ്രോത്ത് ഹോർമോൺ സ്റ്റിമുലേറ്റിംഗ് പെപ്റ്റൈഡ് ഉണ്ട്, റിലീസിംഗ് പെപ്റ്റൈഡ്, സ്റ്റിമുലേറ്റിംഗ് അല്ല, റിലീസിംഗ് പെപ്റ്റൈഡ്. സോ ഹൈപ്പോതലാമസ് ആണ് ഇത് കൺട്രോൾ ചെയ്യുക. സിന്തസിസ് ആൻഡ് റിലീസ് ഓഫ് ഗ്രോത്ത് ഹോർമോൺ കൺട്രോൾ ചെയ്യുന്നത് ഹൈപ്പോതലാമസ് ആണ്. ഉണ്ടാവുന്നത് ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്നാണ്, സൊമാറ്റോട്രോപ്സ് എന്ന് പറയുന്ന സെല്ലിൽ നിന്നാണ്. ഇനി ഗ്രോത്ത് ഹോർമോൺ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് ഗ്രോത്ത് ഹോർമോൺ റിലീസ് നടക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വാട്ട് ട്രിഗേഴ്സ് ദ ഗ്രോത്ത് ഹോർമോൺ റിലീസ് എന്ന് വെച്ചാൽ, വൺ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഈസ് ഹൈ, കൂടുതലായിട്ടുള്ള അമിനോ ആസിഡ് ലെവൽ ഇൻ ബ്ലഡ്. ഹൈ അമിനോ ആസിഡ് ലെവൽ, ബ്ലഡിൽ അമിനോ ആസിഡ് ലെവൽ കൂടി കഴിയുമ്പോൾ ഗ്രോത്ത് ഹോർമോൺ റിലീസ് നടക്കും. നേരെ മറിച്ച് ഡിക്രീസ്ഡ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഫാസ്റ്റിംഗ് സ്റ്റേറ്റിലാണെങ്കിൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ താഴ്ന്നു കഴിഞ്ഞാലും ഗ്രോത്ത് ഹോർമോൺ റിലീസ് കൂടുതലാകും. ദെൻ മൂന്നാമത്തെ സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്ലഡിനകത്ത് തന്നെയുള്ള ഫ്രീ ഫാറ്റി ആസിഡ് ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ, ഡിക്രീസ് ഫ്രീ ഫാറ്റി ആസിഡ് ലെവൽ. ദെൻ യു ടേക്ക് എക്സസൈസ് വ്യായാമം ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ സം സ്ട്രെസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉറക്കത്തിന്റെ ആദ്യ സ്റ്റേജുകൾ ഓഫ് സ്ലീപ്പിന്റെ ആദ്യ സ്റ്റേജുകളിലൊക്കെ ഗ്രോത്ത് ഹോർമോൺ കൂടുതലായിട്ട് റിലീസ് ചെയ്യും. ട്രിഗർ ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഇതെല്ലാം. അതേപോലെ തന്നെ ഇതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട്. ഇൻഹിബിറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതാണ് വെച്ചാൽ നേരെ ഓപ്പോസിറ്റ് കാര്യങ്ങളാണ്. ഒന്ന്, ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂടിയാൽ ഡിക്രീസ്ഡ് ഗ്രോത്ത് ഹോർമോൺ ആയിരിക്കും. അതേപോലെ ഫ്രീ ഫാറ്റി ആസിഡ് ലെവൽ ഇൻക്രീസ്ഡ് ആണെങ്കിൽ ഡിക്രീസ്ഡ് ബ്ലഡ് ഗ്രോത്ത് ഹോർമോൺ ആയിരിക്കും. ദെൻ സ്ലീപ്പ് ആണെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് ആണ് ഇവിടെ കൂട്ടുന്നത്. സോ ലേറ്റർ സ്റ്റേജിൽ, ഉറക്കം ഗാഢനിദ്രയിലേക്ക് പോകുമ്പോഴത്തേക്കും ഡിക്രീസ്ഡ് ഗ്രോത്ത് ഹോർമോൺ ആയിരിക്കും. സോ ഇതെല്ലാമാണ് കൂട്ടുന്നതും കുറയ്ക്കുന്നതുമായിട്ടുള്ള ട്രിഗറിംഗ് ഫാക്ടേഴ്സ് ഓഫ് ഗ്രോത്ത് ഹോർമോൺ. അപ്പോൾ ഇനി നമുക്ക് പറയേണ്ടതിന്റെ ഫംഗ്ഷൻസ്. ഗ്രോത്ത് ഹോർമോണിന്റെ ഫംഗ്ഷൻസ് പറയാനാണെങ്കിൽ, അടിസ്ഥാനം അല്ലെങ്കിൽ ബേസിക് ഫംഗ്ഷൻ, അടിസ്ഥാന ജോലി എന്ന് പറയുന്നത് ജനറൽ ഗ്രോത്ത് ഓഫ് അവർ ബോഡി. അതുകൊണ്ടാണ് ഗ്രോത്ത് ഹോർമോൺ എന്ന് തന്നെയാണ് പേര്. ഓവറോൾ ഗ്രോത്ത്, സെൽസിന്റെ അല്ലെങ്കിൽ കോശങ്ങളുടെ സൈസ് കൂടും. സൈസ് ഓഫ് സെൽസ് വിൽ ഇൻക്രീസ്. അതോടൊപ്പം തന്നെ എണ്ണം കൂടും, നമ്പർ ഓഫ് സെൽസ് കൂടും. നമ്പർ ഓഫ് സെൽസ് വിൽ ഓൾസോ ഇൻക്രീസ്, വർദ്ധിക്കും. സോ ഇതുമൂലം സെൽസിന്റെ ഡിവിഷൻ അല്ലെങ്കിൽ മൈറ്റോട്ടിക് ഡിവിഷൻ പ്രൊമോട്ട് ചെയ്യുമ്പോൾ കൂടുതൽ സെൽ ഉണ്ടാകും. സെൽ ബിഗാൻ ടു ഡിവൈഡ്, സെല്ലുകൾ ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. സോ കൂടുതലായിട്ട് ഇത് എഫക്ട് ചെയ്യുക മസിൽ. വൺ ഈസ് ഇൻ ദ മസിൽ ആൻഡ് അതർ ഈസ് ഇൻ ദ ബോൺ. മസിലും ബോണിലുമാണ് കൂടുതലായിട്ട് നടക്കുക. അവിടെ അതിന്റെ ഡിഫറൻസിയേഷൻ വർദ്ധിക്കും, കൂടുതലായിട്ട് ഡിഫറൻസിയേഷൻ ചെയ്യും. സോ മസിൽ വളരും. ബോൺ ആണെങ്കിൽ ലീനിയർ ആയിട്ട് ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ പൊക്കം കൂടും. സോ ഇതാണ് ഇതിന്റെ അടിസ്ഥാന പ്രവർത്തനം. അപ്പൊ ഇനി നമുക്ക് എങ്ങനെയാണ് പ്രവർത്തിക്കുക, ടാർഗറ്റ് സെല്ല് എങ്ങനെ പ്രവർത്തിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഡയറക്ട്ലി, ഇപ്പോൾ ടാർഗറ്റ് സെല്ലാണെങ്കിൽ ഇറ്റ് ക്യാൻ ബൈൻഡ് ഡയറക്ട്ലി. ഗ്രോത്ത് ഹോർമോൺ ഒന്ന് ഡയറക്റ്റ് ആയിട്ട് ബൈൻഡ് ചെയ്യാം, ഡയറക്റ്റ് ആക്ഷൻ. അല്ലെങ്കിൽ ഇതിനെ സൊമാറ്റോമെഡിൻ സി വഴി ആക്ട് ചെയ്യാം, സൊമാറ്റോമെഡിൻ സി വഴി പ്രവർത്തിക്കാം. സൊമാറ്റോമെഡിൻ സി. ഈ ഗ്രോത്ത് ഹോർമോൺ വന്ന് ഒട്ടിച്ചേരുന്ന ഈ റിസപ്റ്റർ, ഇവിടെ റിസപ്റ്ററിലാണ് അടിക്കണമല്ലോ ഒട്ടിച്ചേരുക. ഈ റിസപ്റ്റർ എൻസൈം ലിങ്ക് റിസപ്റ്റേഴ്സ് വഴിയാണ്. എൻസൈം ലിങ്ക് റിസപ്റ്റർ ഓർ സൈറ്റോകൈൻ ഫാമിലി ഒക്കെ വരുന്ന എൻസൈം ലിങ്ക് റിസപ്റ്റർ ഫാമിലി വഴിയാണ്. അതിന്റെ പാത്വേ എന്ന് പറഞ്ഞാൽ ജാക്ക്-സ്റ്റാറ്റ് പാത്വേ എന്ന് പറയുന്ന പാത്വേ ആണ്. അപ്പോൾ ഫസ്റ്റ് ഇയേഴ്സ് ഒന്നും കേട്ടിട്ടുണ്ടാവില്ല. സെക്കൻഡ് ഇയർ ഒക്കെ ആകുമ്പോൾ എന്തായാലും ഇത് കേട്ടോളൂ. തൽക്കാലം അത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് ഇയേഴ്സ് ആണെങ്കിൽ ജാനസ് കൈനസ് പാത്വേ വഴിയൊക്കെയാണ്. സോ ഇതിപ്പോൾ ലിവറിൽ
സെല്ലിലാണ് ഇങ്ങനെ പ്രവർത്തിക്കാന്ന് വിചാരിക്കുക, ഇത് ലിവറാണെന്ന് വിചാരിക്കുക. ലിവറിൽ ഇങ്ങനെ പ്രവർത്തിച്ച് കഴിയുമ്പോൾ ഇത് റിസപ്റ്റർ വന്നു വരുമ്പോൾ അവിടെ മറ്റൊരു ഹോർമോൺ കൂടി ഉണ്ടാവുന്നു, ലിവറിൽ പ്രവർത്തിക്കും. അതിന്റെ പേര് ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ 1 എന്നാണ്. നമ്മൾ അതിനെ IGF-1 എന്നാണ് പറയാ. IGF-1ന്റെ വേറെ പേരാണ് സൊമാറ്റോമെഡിൻ. സൊമാറ്റോമെഡിൻ C എന്ന് പറയുന്നതും IGF വഴിയും. സോ അധികവും ആക്ഷൻസ് എല്ലാം ഈ സൊമാറ്റോമെഡിൻ C ഓർ IGF വഴിയാണ് പ്രവർത്തിക്കുക. സോ ലിവറിൽ ആക്ട് ചെയ്തിട്ട് IGF-1 ആയിട്ടാണ് എല്ലാ സെല്ലുകളിലും പോയത് പ്രവർത്തിക്കുക. സോ ഇതാണ് ഇതിന്റെ പ്രവർത്തന രീതി. പിന്നെ നമുക്ക് ഗ്രോത്ത് ഹോർമോണിന്റെ പ്രവർത്തനങ്ങൾ ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യം ഓൺ മെറ്റബോളിസം. മെറ്റബോളിസം എന്ന് പറയുമ്പോൾ നമുക്ക് 3 ആൾക്കാരുടെ മെറ്റബോളിസം ആണ് പറയേണ്ടത്. ഒന്ന് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം, ഒന്ന് ഫാറ്റ് മെറ്റബോളിസം, ഒന്ന് പ്രോട്ടീൻ മെറ്റബോളിസം. നമുക്ക് ആദ്യം ഫാറ്റ് മെറ്റബോളിസത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. ഫാറ്റ് എവിടെ ഇരിക്കുക? കൊഴുപ്പ് അഡിപ്പോസ് ടിഷ്യൂലാണ് ഇരിക്കുക. അഡിപ്പോസ് ടിഷ്യൂവിനകത്താണ് കൊഴുപ്പ് ഇരിക്കുക, അവിടെയാണ് കൊഴുപ്പ് സ്റ്റോർ ചെയ്യുക. സോ അഡിപ്പോസ് ടിഷ്യൂവിൽ ചെന്നിട്ട് ഇപ്പോൾ ഇത് അഡിപ്പോസ് ടിഷ്യൂ ആണെങ്കിൽ ഇതിനകത്ത് ട്രൈഗ്ലിസറൈഡ്, കൊളസ്ട്രോൾ എസ്റ്റേഴ്സ് ഒക്കെ ഇരിക്കുകയായിരിക്കും. സോ ദിസ് ട്രൈഗ്ലിസറൈഡ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുക. സോ ഇതിനെ ഇടിച്ച് പൊടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഗ്ലിസറോളും 3 ഫാറ്റി ആസിഡാക്കി മാറ്റുക. സോ ഇതിനെ ഇങ്ങനെ ഇളക്കി പൊടിച്ച് പുറത്തേക്ക് എടുക്കുന്നതിനെ നമ്മൾ പറയുക മൊബിലൈസേഷൻ ഓഫ് ഫാറ്റ് എന്നാണ്. സോ മൊബിലൈസേഷൻ ഓഫ് ഫാറ്റ്. സോ ഗ്രോത്ത് ഹോർമോൺ ആക്ട്സ് ഓൺ അഡിപ്പോസ് ടിഷ്യൂ ആൻഡ് കോസസ് മൊബിലൈസേഷൻ ഓഫ് ഫാറ്റ്. സോ പൊളിച്ചെടുക്കുമ്പോൾ നമുക്ക് കിട്ടിയത് എന്തായിരുന്നു? ഗ്ലിസറോൾ ആൻഡ് ഫാറ്റി ആസിഡ് ആണ് കിട്ടിയ, ഫ്രീ ഫാറ്റി ആസിഡ് കിട്ടി. ആൻഡ് ഇങ്ങനെ പൊളിച്ചെടുക്കാൻ നമുക്കൊരു എൻസൈമിന്റെ സഹായം വേണം, ലിപ്പേസസ് എന്ന് പറയുന്ന എൻസൈം. ലിപ്പേസ് ആണല്ലോ ലിപ്പിഡ്സിനെ പൊളിച്ചെടുക്കും. സോ നമ്മളുടെ ഗ്രോത്ത് ഹോർമോൺ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഗ്രോത്ത് ഹോർമോൺ വിൽ സെൻസിറ്റൈസ് ദിസ് ലിപ്പേസസ്. സോ ഗ്രോത്ത് ഹോർമോൺ ഇവിടെ പോയിട്ട് ലിപ്പേസസിനെ കൂടുതൽ സെൻസിറ്റൈസ് ചെയ്യുമ്പോൾ അതാണ് അഡിപ്പോസ് ടിഷ്യൂവിൽ നിന്ന് ട്രൈഗ്ലിസറൈഡിനെ പൊടിച്ച് ഗ്ലിസറോൾ ആൻഡ് ഫ്രീ ഫാറ്റി ആസിഡ് ആക്കി മാറ്റും. സോ അപ്പോൾ ഇതിനെ നമുക്ക് വിളിക്കാവുന്ന പേര് ലിപ്പോലൈസിസ് എന്നാണ്. ലിപ്പിഡ്സിനെ പൊളിക്കുന്നത് ലിപ്പോലൈസിസ്. സോ ഗ്രോത്ത് ഹോർമോൺ ക്യാൻ കോസ് ലിപ്പോലൈസിസ്. സോ ഈ ഫ്രീ ഫാറ്റി ആസിഡും ഗ്ലിസറോളും നമുക്ക് എന്തുണ്ടാക്കാം? ഫ്രീ ഫാറ്റി ആസിഡിൽ നിന്നും ഗ്ലിസറോളിൽ നിന്നും നമുക്ക് ഉണ്ടാക്കാവുന്ന കാര്യങ്ങൾ, ഒന്ന് ഗ്ലൂക്കോസ് ഉണ്ടാക്കിയെടുക്കാം. സോ വി ക്യാൻ മേക്ക് ഗ്ലൂക്കോസ് ആൻഡ് ഫ്രീ ഫാറ്റി ആസിഡ് നമുക്ക് ഒരുപാട് എനർജി കിട്ടും. സോ വി ക്യാൻ മേക്ക് എനർജി ആൻഡ് ATP. സോ സാധാരണ രീതിയിൽ നമ്മൾ എന്താ ചെയ്യുക? സാധാരണ രീതിയിൽ നമ്മൾ ഗ്ലൂക്കോസിൽ നിന്നാണ് ഈ സാധനമൊക്കെ ഉണ്ടാക്കിയെടുക്കുക. ഇവിടെ അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ഗ്ലൂക്കോസ് വി ആർ മേക്ക് യൂസിങ് ഓഫ് ദിസ് ഫ്രീ ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ അല്ലെങ്കിൽ ലിപ്പിഡ്. സോ കൂടുതൽ എനർജി കിട്ടുമ്പോൾ ഗ്ലൂക്കോസ് വെറുതെ ഇരിക്കുകയാണ് അല്ലെ? ഗ്ലൂക്കോസ് വിൽ ബി സ്പെയർഡ്. ഗ്ലൂക്കോസ് അവിടെ തന്നെ ഇരിക്കും. അപ്പോൾ ഇങ്ങനെ ഗ്ലൂക്കോസ് ഒക്കെ ഇതിൽ നിന്ന് ഫ്രീ ഫാറ്റി ആസിഡിൽ നിന്നൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിനെ നമ്മൾ വിളിക്കുക ഗ്ലൂക്കോനിയോജെനിസിസ് എന്നാണ്. ഗ്ലൂക്കോനിയോജെനിസിസ്. ഒന്ന് ലിപ്പോലിസിസ്, 2 ഗ്ലൂക്കോനിയോജെനിസിസ്. ഫ്രീ ഫാറ്റി ആസിഡ് ബ്ലഡിൽ കൂടുമ്പോൾ ഇറ്റ് ക്യാൻ കോസ് കീറ്റോസ്. അമിതമായി കഴിഞ്ഞാൽ കീറ്റോസ് ഉണ്ടാക്കാം. ആൻഡ് ഓൾസോ ഇത് ഗ്രോത്ത് ഹോർമോൺ അമിതമായി കഴിഞ്ഞാൽ ഫാറ്റി ലിവറും ഉണ്ടാക്കാം. ഇനി നമുക്ക് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം പറയാം. കാർബോഹൈഡ്രേറ്റ് ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഗ്ലൂക്കോസിന്റെ കാര്യം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഗ്ലൂക്കോസ് സ്പെയർ ചെയ്യും. ഫാറ്റിൽ നിന്ന് എനർജി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗ്ലൂക്കോസ് ഈസ് സ്പെയർഡ്. സോ ദിസ് ഡിക്രീസസ് പെരിഫറൽ യൂട്ടിലൈസേഷൻ ഓഫ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് വെച്ചിട്ട് എനർജി ഉണ്ടാക്കുന്നതൊക്കെ കുറയും. സോ ഗ്ലൂക്കോസ് ഇപ്പോൾ ഇത് സെല്ലാണെങ്കിൽ സെല്ലിനകത്തേക്ക് ഗ്ലൂക്കോസ് കയറേണ്ട ആവശ്യമില്ല, കാരണം അവിടെ വേറെ വെച്ച് എനർജി ഉണ്ടാക്കുകയാണ്. നമ്മുടെ ആവശ്യമില്ല, ഗ്ലൂക്കോസിന് ആവശ്യമില്ല. ഗ്ലൂക്കോസ് അപ്പോൾ പുറത്ത് വെക്കും, ബ്ലഡിനകത്ത് നിൽക്കും. സോ ആക്ച്വലി ഇതൊരു ലോങ് ടേം എഫക്റ്റ് ആയിട്ടാണ് ഗ്രോത്ത് ഹോർമോൺ ഇത് ചെയ്യുക, ഒരു ഷോർട്ട് ടേം ആക്ഷൻസ് അല്ല. സോ ഗ്ലൂക്കോസ് എഫക്ട് കുറയുമ്പോൾ അല്ലെങ്കിൽ ഉപയോഗം കുറയുമ്പോൾ ഗ്ലൂക്കോസ് സെല്ലിനകത്ത് കയറാതെ പുറത്ത് നിൽക്കുക എന്ന് വെച്ചാൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ വർദ്ധിക്കുക എന്നാണ് സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. സോ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂടുമ്പോൾ ആദ്യകാലത്താകുമ്പോഴത്തേക്കും ബ്ലഡ് ഗ്ലൂക്കോസ് കൂടുമ്പോൾ ഇൻസുലിൻ ഒന്ന് വർദ്ധിക്കും, ഇൻസുലിൻ ലെവൽ കുറയും. പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂടുകയും ഇൻസുലിൻ താഴുകയും ചെയ്യും. ഇൻസുലിൻ വിചാരിച്ചാലും ബ്ലഡ് ഗ്ലൂക്കോസ് അകത്തേക്ക് കയറുന്നില്ല, കാരണം ആവശ്യമില്ല. സോ ഇൻസുലിൻ ഡെഫിഷ്യൻസിയാണ് പിന്നീട് ഉണ്ടാവുക. സോ ഇൻസുലിൻ പ്രൊഡക്ഷൻ കുറയും. സോ ഇപ്പൊ എന്താ സംഭവിച്ചത് ഡയബറ്റോജനിക് എഫക്റ്റ് ആണ് ഉണ്ടായത്. ഡയബറ്റോജനിക് എഫക്റ്റ് എന്ന് വെച്ചാൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂടുകയും ഇൻസുലിൻ ലെവൽ കുറയുകയും ചെയ്യുകയാണ് ചെയ്യുക. ഇൻസുലിൻ കുറയുകയും ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ വർദ്ധിക്കുകയും ചെയ്യുന്നു. സോ ഓൾടുഗദർ ദിസ് ഗ്രോത്ത് ഹോർമോൺ ക്യാൻ കോസ് ഡയബറ്റോജനിക് എഫക്റ്റ് ഇൻ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം. മൂന്നാമത്തത് നമുക്ക് പറയേണ്ടത് പ്രോട്ടീൻ മെറ്റബോളിസം ആണ്. പ്രോട്ടീൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ട്രിഗർ ഫോർ റിലീസ് ഓഫ് ഗ്രോത്ത് ഹോർമോൺ ഈസ് അമിനോ ആസിഡ് ആണെന്ന് പറഞ്ഞു. സോ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. സോ സെല്ലിനകത്തേക്ക് ഗ്ലൂക്കോസിനെ കയറ്റിവിടുന്നില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ ഇൻഹിബിറ്റ് ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ട്, ബട്ട് ഇറ്റ് ഫെസിലിറ്റേറ്റ് എൻട്രി ഓഫ് അമിനോ ആസിഡ്സ്. അമിനോ ആസിഡ്സിനെ കൂടുതലായിട്ട് സെല്ലിനകത്തേക്ക് കടത്തി വിടും. അമിനോ ആസിഡ് സെല്ലിനകത്തേക്ക് കൂടുതലായിട്ട് വരുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുക? കൂടുതൽ പ്രോട്ടീൻ ഉണ്ടാകും അല്ലേ? സോ പ്രോട്ടീൻ ഉണ്ടാകാനായിട്ട് നമുക്കറിയാം സെല്ലിനകത്ത് DNA വർക്ക് ചെയ്യണം. DNA വർക്ക് ചെയ്തിട്ട് മെസ്സഞ്ചർ RNA ഒക്കെ ഉണ്ടാക്കണം. സോ ദിസ് പ്രോസസ്, അതിനെ നമ്മൾ RNA ട്രാൻസ്ക്രിപ്ഷൻ എന്നാണ് പറയുക. സോ RNA ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ് വിൽ ബി ഇൻക്രീസ്. സോ ഈ സെല്ലിൽ എന്തൊക്കെ പ്രോട്ടീനാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത് നേരത്തെ, അതെല്ലാം കൂടുതലായിട്ട് ഇൻക്രീസ്ഡ് എമൗണ്ട് ഓഫ് പ്രോട്ടീൻസ്. സോ ദിസ് സെൽ ബിഗിൻ ടു പ്രൊഡ്യൂസ് മോർ സെല്ലുലാർ പ്രോട്ടീൻസ്. പ്രോട്ടീൻ സിന്തസിസ് വർദ്ധിപ്പിക്കും. മസിൽസിലാണെങ്കിൽ ഒന്ന് ആലോചിക്കുക, മസിൽ പ്രോട്ടീനൊക്കെ വർദ്ധിക്കും. മാത്രമല്ല സോ ഇത് വർദ്ധിപ്പിക്കുകയാണ്. സോ
ദിസ് ഈസ് അനബോളിക് എഫക്റ്റ് ആണ്. മാത്രമല്ല ഈ സെൽ എങ്ങനെയെങ്കിലും പ്രോട്ടീൻ ഏതെങ്കിലും നശിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് തടയുകയും. സോ ഡിക്രീസ് കാറ്റബോളിസം ഓഫ് പ്രോട്ടീൻ. സോ ഇൻക്രീസ് അനബോളിസം ആൻഡ് ഡിക്രീസ് കാറ്റബോളിസം ഓഫ് പ്രോട്ടീൻ രണ്ടും കൂടി ചെയ്യുമ്പോഴത്തേക്കും സെൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഉണ്ടാവും. സോ പേര് തന്നെ ഗ്രോത്ത് ഹോർമോൺ എന്നാണ്. സോ ദിസ് ആൻ അനബോളിക് ഹോർമോൺ. അനബോളിക് ഹോർമോൺ എന്ന് പറയാൻ കാരണം ഇതാണ്, ബിൽഡിംഗ് അപ്പ് ഓഫ് സെൽസ് ആൻഡ് ടിഷ്യൂസ്, പ്രത്യേകിച്ച് ബോൺസ് ആൻഡ് മസിൽസ്. സോ ഗ്രോത്ത് ഹോർമോൺ ഇസ് ആൻ അനബോളിക് ഹോർമോൺ. ഇപ്പോൾ നമ്മൾ മസിൽസിന്റെ ഇപ്പോൾ ഒരു മസിൽ, ഇതൊരു സ്കെൽറ്റൽ മസിൽ ആണെന്ന് വിചാരിക്കുക. സ്കെൽറ്റൽ മസിലിന്റെ ആക്ഷൻ മാത്രം നോക്കിക്കഴിഞ്ഞാൽ സ്കെൽറ്റൽ മസിലിനകത്ത് മയോസിൻ ഉണ്ട്, ആക്ടിൻ ഉണ്ട് അല്ലെ, മയോസിനും ആക്ടിനൊക്കെ ഉണ്ട്. സോ ദീസ് ആർ പ്രോട്ടീൻസ്. ഈ പ്രോട്ടീൻസിന്റെ ഒക്കെ എണ്ണം കൂടുമ്പോൾ എന്ത് സംഭവിക്കും? മസിൽ സൈസ് കൂടും. ആക്ടിനും മയോസിനെ കൂടുമ്പോൾ മസിൽ സൈസ് കൂടും, മസിൽ ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യും. സോ മസിൽ ഗ്രോത്ത് ഉണ്ടാകും. സോ അതുകൊണ്ടാണ് ഇത് കഴിക്കുമ്പോൾ ഗ്രോത്ത് ഹോർമോൺ വരുമ്പോൾ ആൾക്ക് തടി വയ്ക്കുക, മസിലൊക്കെ ബോഡി മാസ് ഒക്കെ കൂടുക എന്ന ഇതുകൊണ്ടാണ്. സോ ഇൻക്രീസ് ബോഡി മാസ് ആൻഡ് ഇൻക്രീസ് മസിൽ ഫംഗ്ഷൻസ്, മസിൽ ഗ്രോത്ത്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷൻ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആക്ഷൻ ഈസ് ഓൺ ബോൺസ്. എല്ലുകളിലും ബോൺസിലും കാർട്ടിലേജസിലുമാണ് പ്രധാനപ്പെട്ട ആക്ഷൻസ്. സോ എല്ലുകളിൽ എല്ലാം ഇവിടെ എല്ലായിടത്തും IGF-1 തന്നെയാണ് ആക്ട് ചെയ്യുക. ഞാൻ പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ. എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇൻക്രീസ്ഡ് ഓസ്റ്റിയോക്ലാസ്റ്റിക് ആക്ടിവിറ്റി. ബോണിനകത്ത് രണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. വൺ ഈസ് ഓസ്റ്റിയോക്ലാസ്റ്റിക് ആക്ടിവിറ്റി ആൻഡ് ഓൾസോ സെക്കൻഡ് ഈസ് ഓസ്റ്റിയോബ്ലാസ്റ്റിക് ആക്ടിവിറ്റി. രണ്ടും വർദ്ധിപ്പിക്കും. ബോത്ത് ഓസ്റ്റിയോക്ലാസ്റ്റിക് ആൻഡ് ഓസ്റ്റിയോബ്ലാസ്റ്റിക് ആക്ഷൻ വിൽ ബി ഇൻക്രീസ്. സോ ഓസ്റ്റിയോബ്ലാസ്റ്റിക് ആക്ഷൻ വർദ്ധിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? എല്ലുകളിൽ മിനറൽ ബോൺ ഡെപ്പോസിഷൻ. സോ ഇൻക്രീസ്ഡ് ബോൺ ആൻഡ് മിനറൽ ഡെപ്പോസിഷൻ. ഓസ്റ്റിയോക്ലാസ്റ്റിക് ആക്ടിവിറ്റി വർദ്ധിച്ചാലോ ബോണിന്റെ റിസോപ്ഷൻ കൂടും, ബോൺ റിസോപ്ഷൻ വർദ്ധിക്കും. സോ അൾട്ടിമേറ്റ്ലി സംഭവിക്കുക ന്യൂ ബോൺ ഫോർമേഷൻ, ന്യൂ ബോൺ, കൂടുതലായിട്ട് എല്ലുകൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും. ആൻഡ് ഇൻഡസ്റ്റൈൻ, എല്ലുകൾ ഉണ്ടാവാനായിട്ട് കാൽഷ്യം നമുക്ക് അത്യാവശ്യമാണ്. സോ ഇൻഡസ്റ്റൈനിൽ നിന്ന് കാൽഷ്യം അബ്സോർപ്ഷനും വർദ്ധിപ്പിക്കുകയും ചെയ്യും. സോ അൾട്ടിമേറ്റ്ലി ബോൺ മിനറലൈസേഷൻ ഈസ് ഇൻക്രീസ്. ബോണുകളിലുള്ള കൊളാജിൻ ടൈപ്പ് 1 എന്ന് പറയുന്ന സംഭവം ഉണ്ട്, ആ പ്രോട്ടീൻ. സോ അതും വർദ്ധിപ്പിക്കും. സോ ഓൾടുഗദർ എല്ലുകൾ വളരും, ഇൻക്രീസ് ബോൺ മാസ്, ഇൻക്രീസ് ബോൺ ഡെൻസിറ്റി ആൻഡ് രണ്ടും വർദ്ധിപ്പിക്കും. ആൻഡ് ഓൺ കാർട്ടിലേജ് ഭാഗത്താണെങ്കിൽ ബോണിന്റെ എപ്പിഫൈസിയൽ പ്ലേറ്റ്, നിങ്ങൾ കാർട്ടിലേജിന്റെ സ്ട്രക്ചർ അറിയാമെങ്കിൽ എപ്പിഫൈസിയൽ പ്ലേറ്റിനകത്ത് സെല്ലുലാർ ഡിഫറൻസിയേഷൻ വരും. അവിടെയുള്ള സെല്ലുകൾ ഡിഫറൻഷിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, കോൺട്രോസൈറ്റ്സ് ഓഫ് കാർട്ടിലേജ്. സോ അവിടെ എന്താ സംഭവിക്കുക? ഇപ്പോൾ ഇത് കാർട്ടിലേജ് ഇങ്ങനെ ഇരിക്കുകയാണ്, അറ്റാണെന്ന് വിചാരിക്കുക. സോ ഈ ഭാഗം ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും, ഇൻക്രീസ് സൈസ് ആൻഡ് ഇൻക്രീസ് പ്രൊലിഫറേഷൻ. സോ സംഭവിക്കുന്നത് ലീനിയർ ഗ്രോത്ത് ഓർ ലീനിയർ ലെങ്ത് ഓഫ് ദ ഇൻഡസ്ട്രീഷ്യൽ ബോൺ ലെങ്ത് കൂടുകയാണ്. സോ സിമ്പിളായിട്ട് പറഞ്ഞാൽ എല്ലിന്റെ നീളം വർദ്ധിക്കും, ബോൺ ലെങ്ത് വർദ്ധിക്കും, ആൾക്ക് പൊക്കം കൂടും. സോ ഈ സംഭവം നടക്കുന്നത്, ദിസ് ഡിഫറൻസിയേഷൻ ഒക്കെ കൂടുന്നത് ചെറുപ്പത്തിൽ മാത്രമാണ്. ചെറുപ്പം എന്ന് വെച്ചാൽ 18 പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് മാത്രമാണ്. വൺസ് എപ്പിഫൈസിയൽ ബോൺ ഫ്യൂഷന് ശേഷം ഈ പ്രവർത്തനം ഉണ്ടാവുന്നില്ല. സോ കുട്ടികൾ വളരാൻ, പൊക്കം വെക്കാനൊക്കെ ഗ്രോത്ത് ഹോർമോൺ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് എസെൻഷ്യൽ. സോ ബോണിന്റെ നീളം കൂടും, തൂക്കം കൂടും, മാസ് കൂടും, കനം, ഡെൻസിറ്റി ഓഫ് ദ ബോൺ എല്ലാം വർദ്ധിപ്പിക്കാൻ ഗ്രോത്ത് ഹോർമോണിന് പറ്റും. സോ ദീസ് ആർ ദ ആക്ഷൻസ് ഓഫ് ഗ്രോത്ത് ഹോർമോൺ. ഈ ഗ്രോത്ത് ഹോർമോണിന്റെ ഹാഫ് ലൈഫ് നമ്മൾ പറഞ്ഞത് 20 മിനിറ്റ്സ് ആണ്. പക്ഷേ ഗ്രോത്ത് ഹോർമോൺ വഴി ഉണ്ടാകുന്ന IGF-1, ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ 1, അതിന്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് 20 hours ആണ്, കൂടുതൽ നേരം പ്രവർത്തിക്കും. സോ ഇനി ഇതിന്റെ കൂടിയാലും കുറഞ്ഞാലൊക്കെ എന്താണ് അവസ്ഥ? കുട്ടികളിൽ ഈ ഹോർമോൺ കുറഞ്ഞാൽ ഉണ്ടാകുന്നതിന്റെ പേര് ഡ്വാർഫിസം എന്നാണ്. സോ ഡ്വാർഫിസം ഈസ് ഡിക്രീസ്ഡ് ഗ്രോത്ത്, സ്റ്റണ്ടഡ് ഗ്രോത്ത്, വളർച്ച കുറയും, പൊക്കം കുറയും, വളർച്ച കുറയും. സപ്പോസ് ദിസ് ഈസ് ഇൻക്രീസ്ഡ്, ഗ്രോത്ത് ഹോർമോൺ ഈസ് ഇൻക്രീസ്, ഗ്രോത്ത് ഹോർമോൺ അമിതമായി കഴിഞ്ഞാൽ ഉണ്ടാകുന്നതിന്റെ പേര് ജൈജാന്റിസം എന്നാണ്. ജൈജാന്റിസം, ആള് ഭയങ്കര പൊക്കം, ജയന്റ് ആവും, ഭയങ്കര നീളമുള്ള ആളാവും. ഇനി ഇത് ഗ്രോത്ത് ഹോർമോൺ കൂടുകയാണ്, ഇത് വളർച്ചയുടെ സമയത്ത് കൂടുമ്പോഴാണ് ജൈജാന്റിസം. ആള് പ്രായപൂർത്തിയായി, ഇനി ഗ്രോത്ത് ഹോർമോൺ കൂടി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം അക്രോമെഗാലിയാണ്. അക്രോമെഗാലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്രീസ് ഗ്രോത്ത് ഹോർമോൺ ആഫ്റ്റർ പ്യൂബർട്ടി. അപ്പോൾ നമ്മുടെ മുഖത്തിന്റെ എല്ലുകളൊക്കെ ഇങ്ങനെ തള്ളി വരുന്ന ഒരു പ്രത്യേകതരം അവസ്ഥ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് നമ്മൾ അക്രോമെഗാലി എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഗ്രോത്ത് ഹോർമോണിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.